CMR എക്സാലോജിക് ഇടപാട് കേസിൽ അടുത്ത നീക്കം പിണറായിയിലേക്കാണ്. ശശിധരൻ കർത്തയുടെ മൊഴിയിൽ നിന്നും പിണറായി വിജയനിലേക്ക് എത്താനാണ് ഇപ്പോൾ ഇഡിയുടെ നീക്കം. പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായിയെ ചോദ്യം ചെയ്ത കാര്യത്തിൽ ഇഡി തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം. അതേസമയം വീണയ്ക്കെതിരായ കൂടുതൽ തെളിവുകൾ ഇഡിക്ക് ലഭിച്ചിട്ടുമുണ്ട്. CMRLന്റെ തട്ടിപ്പ് രീതി ഇഡിയുടെ റിപ്പോർട്ടിൽ കൃത്യമായി വ്യക്തമായി പറയുന്നു. രാഗിനാണ് വിവരങ്ങൾ വായിച്ചത്. രാഗിന് ആദ്യം ഈ പിണറായിയിലേക്കുള്ള അന്വേഷണം, അതേക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? പിണറായി വിജയനിലേക്ക് ഇപ്പോൾ കൃത്യമായി ഇഡി എത്തി. എന്നെയാണ് അവർ തകർക്കാൻ ശ്രമിക്കുന്നത്, എന്നെയാണ് ലക്ഷ്യമിടുന്നത് എപ്പോഴും പിണറായി പറയാറുണ്ട്. ഇപ്പോൾ പിണറായിയിലേക്ക് എത്തിയോ? തീർച്ചയായും പ്രധാനമായും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇനി അടുത്ത ഘട്ടം പിണറായിയിലേക്കാണ് എന്ന വിവരമാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്നത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത്, ഒന്ന്, ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ഇഡി രേഖയുണ്ട്. ആ ഇഡി രേഖയിൽ വളരെ പ്രധാനമായും പറയുന്ന ശശിധരൻ കർത്തയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് വീണയ്ക്ക് ഇത്തരത്തിൽ പണം നൽകിയത് പിണറായി വിജയനായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ടാണ് എന്ന കാര്യം കർത്തയുടെ മൊഴിയുണ്ട് എന്ന് ഇഡി പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്നത് പോലെ ഇല്ലാത്ത സേവനത്തിനാണ് ഇത്തരത്തിൽ പണം നൽകിയെന്ന കാര്യവും കർത്ത സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി പിണറായിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇഡിക്ക് ചെന്ന് എത്തുകയാണ്. അതിന്റെ നീക്കങ്ങൾ, ആ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ ഇഡി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ നീക്കും. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇഡിക്ക് മുന്നിലുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ വീണയുടെ അടക്കം സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയിരുന്നു. അതിലും ചില കാര്യങ്ങൾ ഉണ്ട് എന്നതാണ് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം ഈ പിണറായിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അന്വേഷണം ഇഡി ആരംഭിച്ചിരുന്നതാണ്. അത് നമ്മൾ തന്നെ വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു. അതായത് 2014-15 കാലയളവിലാണ് ഈ എക്സാലോജിക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം 2016 ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ആദ്യ പിണറായി സർക്കാർ വരികയാണ്. പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റിലേക്ക് പോകുന്നത്. അതായത് ഈ CMRലും എക്സാലോജിക്കും തമ്മിലുള്ള കരാർ, CMRലും വീണയും തമ്മിലുള്ള കരാർ, അങ്ങനെ 2 എഗ്രിമെന്റുകൾ ഉണ്ടാകുന്നു. തുടർന്ന് 2017 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ 2.78 കോടി രൂപ വീണയ്ക്കും വീണയുടെ കമ്പനിയിലേക്കും പോകുന്നു. അതായത് വീണയ്ക്ക് 5 ലക്ഷം മാസം, ഒപ്പം എക്സാലോജിക്കിന് 3 ലക്ഷം. ഇതെങ്ങനെയാണ് ഈ കരാർ കിട്ടുന്നത്? ഇല്ലാത്ത സേവനത്തിനാണെന്ന് വ്യക്തമായിരുന്നു. അതായത് ഒരു തരത്തിലുള്ള രേഖകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വീണയ്ക്ക് ചോദ്യം ചെയ്യലിൽ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന രേഖയിൽ വീണ തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന കാര്യം ഇഡി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇത്രയധികം രൂപ എങ്ങനെയാണ് ഈ വീണയ്ക്കും വീണയുടെ കമ്പനിക്കും നൽകിയെന്ന ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. അതിൽ ഈ പറയുന്ന സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള, ഒന്നാം പിണറായി സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട ഇടപെടലുകൾ അല്ലെങ്കിൽ വഴിവിട്ട കാര്യങ്ങൾ ഈ CMRലിന് ചെയ്തു നൽകിയിട്ടുണ്ടോ? അതിന്റെ പ്രത്യുപകാരമാണോ, അതോ പിണറായി വിജയനുമായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിന്റെ പേരിലാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടായിരുന്നു. ആ അന്വേഷണം ഇപ്പോൾ ഒരു മൊഴിയുടെ രൂപത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. ഇനി മറ്റൊരു ഘട്ടമുണ്ട്. അത് എന്ന് പറയുന്നത് നൽകുന്ന മൊഴിയിൽ പിണറായിയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണയ്ക്ക് പണം നൽകിയത് അങ്ങനെ പറയുന്നു എന്നാണല്ലോ പുറത്തുനിന്ന് വിവരങ്ങൾ. അങ്ങനെ തന്നെയാണോ? അതായത് വ്യക്തിപരമായ ബന്ധം, അതിന്റെ ഭാഗമായി പിണറായിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗമായി മകൾക്ക് എല്ലാ മാസവും പണം നൽകി, അങ്ങനെയാണോ മൊഴി? മൊഴി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ വീണയ്ക്കും വീണയുടെ കമ്പനിക്കും പണം നൽകിയത് പിണറായിയുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊഴി കർത്തയുടേതായിട്ട് ഉണ്ടാകുമ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. മാത്രമല്ല, അതിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒട്ടനവധി തെളിവുകളുമുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള ഈ എന്ത് സേവനം എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരവുമില്ല. വീണയ്ക്കും ഉത്തരമില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവുകളും നൽകാൻ കഴിഞ്ഞില്ല. ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ ചില കാര്യങ്ങളൊക്കെ വീണ പറഞ്ഞിരുന്നു. തനിക്ക് നേരിട്ട് ചില ഗൈഡൻസ് കൊടുക്കുകയാണ് ഉണ്ടായത്, അതുകൊണ്ട് തന്നെ രേഖകൾ കാര്യമായിട്ടില്ല. പിന്നീട് പറഞ്ഞത് ഈ എക്സാലോജിക്, ബംഗളൂരുവിലെ എക്സാലോജിക്കിന്റെ ഓഫീസിലുള്ള ചില സിസ്റ്റത്തിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചിലതുണ്ട്, പക്ഷേ ആ ഓഫീസ് ഇപ്പോൾ പൂട്ടിപ്പോയി, അത് ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ്. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ വീണ ഏതാണ്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇഡി വ്യക്തമാക്കുന്നത്. അതാണ് ആ റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും, മാത്രമല്ല ഇതിന്റെ ഒരു സീക്വൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ 2016 പിണറായി സർക്കാർ വരുന്നു, തൊട്ടു പിന്നാലെ കരാർ വരുന്നു, കരാറിന് ശേഷം ഈ പണം ഡിസ്പേഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ പണം കൊടുക്കുന്നു. അപ്പോൾ ഇത് എന്തിന്റെ പേരിലാണ് ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ പണം കൊടുത്തയാൾ തന്നെ ഇത്തരത്തിലൊരു മൊഴിയുണ്ട് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് പിണറായിയുടെ മകൾ വീണ ഇപ്പോൾ കമ്പനികൾ നടത്തുന്നതിലോ അല്ലെങ്കിൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലോ അവർ ബിസിനസ് ചെയ്യുന്നതിലോ ആർക്കും എതിർപ്പുണ്ടാവില്ല. പക്ഷേ ഇതിപ്പോൾ പിണറായിയുമുള്ള പിതാവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗമായി ഒരു കമ്പനിയുടെ ഉടമ കൃത്യമായി പണം നൽകുന്നു. അത് അദ്ദേഹം തന്നെ മൊഴിയായി നിൽക്കുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവം വളരെയധികം വർദ്ധിക്കണം. മാത്രമല്ല, ലേക്കർ ഇന്ത്യ എന്നൊരു കമ്പനിയിൽ കൂടി പങ്കാളിത്തമുണ്ട്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത കമ്പനിയിൽ വീണയ്ക്ക് പങ്കാളിത്തമുണ്ട് എന്നൊരു വിവരം കൂടിയുണ്ടല്ലോ. ആ കമ്പനിയുടെ സ്വഭാവം എന്താണ്?
ആ കമ്പനിയിൽ ഉണ്ടായിരുന്ന പണവും ED ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 15,87,414 രൂപ ED മരവിപ്പിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം വന്ന കണക്കുകളിലുള്ളത്. ആ കമ്പനിയിലെ സ്വത്തുവകൾ, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പണം അത് മരവിപ്പിക്കാനുള്ള സാഹചര്യം എന്താണ്? അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് CMRL നിന്നുള്ള പണം പോക്ക്. ആ CMRL എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ്. അതായത് KSIDCക്ക് അടക്കം ഓഹരിയുള്ള ഒരു കമ്പനിയാണ് CMRL. അതായത് അതൊരു പൊതുപണമാണ്. പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാകുന്ന നഷ്ടമാണ്. അതായത് പൊതുപണത്തിൽ ഉണ്ടാകുന്ന നഷ്ടവും അതോടൊപ്പം തന്നെ അവിടെ ആ പൊതുപണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ക്രമക്കേടുമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആ പണമാണ്, അതായത് ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക് ലിസ്റ്റഡ് കമ്പനി എന്ന നിലയിൽ ആ ഘട്ടത്തിൽ കിട്ടേണ്ട പണമാണ് വീണയ്ക്ക് പോയിരിക്കുന്നത്. വീണയ്ക്ക് അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് ഇത്തരത്തിൽ പോവുകയും അതോടൊപ്പം തന്നെ കർത്തയും കുടുംബവും എടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേസായി ED മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ നടക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ ലേക്കർ ഇന്ത്യ അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ആ കമ്പനിയെ കുറിച്ച് അറിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അതായത് നേരത്തെ ഈ വീണയ്ക്ക് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പ്രധാനമായും ആ എക്സാലോജിക്കിന്റെ ഡയറക്ടറായിരുന്നു, വൺ ഡയറക്ടർ എന്ന നിലയിലായിരുന്നു വീണ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ വീണയുടെ സ്വത്തുക്കൾ അതിൽ 1,37,000 രൂപ വീണയുടെ അക്കൗണ്ടിൽ HDFC ബാങ്കിൽ അക്കൗണ്ടിൽ ഫ്രീസ് ചെയ്തിരുന്നു. അതോടൊപ്പം ഈ എക്സാലോജിക്കിന് 25,000 രൂപയും ഫ്രീസ് ചെയ്യുകയുണ്ടായി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 17 ലക്ഷത്തോളം രൂപ വീണയുമായി ബന്ധപ്പെട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് വ്യക്തമായിരുന്നത്. ഈ ഇതിന്റെ രേഖകളടക്കം പുറത്തു വരുമ്പോൾ ഇത്തരം ഒരു കമ്പനിയുടെ കാര്യവും കൂടി വരികയാണ്. അതിൽ വീണ പാർട്ട്ണറാണ് എന്നതാണ് ED വ്യക്തമാക്കുന്നത്. അത് ആ റിപ്പോർട്ടിന്റെ ഭാഗമായി തന്നെ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ED ഇപ്പോൾ വിശദമായിട്ടൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണം മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിന്റെ മറ്റിടപാടുകളൊക്കെ തന്നെ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മണി ട്രയലാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അങ്ങനെ വീണയ്ക്ക് കിട്ടിയ പണം, ആ പണത്തിന്റെ പോക്ക് അങ്ങോട്ടുണ്ടായിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഫ്രീസിംഗ് നടപടികളിലേക്ക് ഇനീഷ്യലി പോയിരിക്കുന്നത്. ഇത് ഒരു മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് എന്നതാണ് ബോധ്യമാകുന്നത്. വീണയുടെ ഒരു സുഹൃത്തും കൂടി ഇതിൽ പാർട്ണറായിട്ടുണ്ട് എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. എന്തായാലും ആ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഇതിൽ പുതിയ ഒരു കമ്പനി കൂടി ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പ്രധാനമായും പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ ED നടത്തുന്നുണ്ട്. ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതോടൊപ്പം വീണയെ കണക്ട് ചെയ്യുന്ന കൂടുതൽ തെളിവുകൾ കൂടി EDക്ക് മുന്നിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളും ഇതിൻ്റെ ഭാഗമായി തന്നെയുണ്ട്. കാരണം ഒന്ന്, ഈ പറയുന്ന ഇല്ലാത്ത സേവനത്തിനാണ് ഈ പറയുന്ന പണം 2.78 കോടി രൂപ വന്നിരിക്കുന്നത്. ആ ഇല്ലാത്ത സേവനത്തിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫേക്ക് ആയിട്ടുള്ള കരാറും അത് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പോൾ പോലും ഇൻവോയ്സ് നൽകാതെ, അതായത് വ്യാജമായി സേവനം ചെയ്തു എന്ന തരത്തിലുള്ള ഒരു ഇൻവോയ്സ് പോലും നൽകാതെ 45 ലക്ഷം രൂപയാണ് 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ CMRL നിന്ന് വീണയ്ക്ക് പോയിരിക്കുന്നത്. അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു ഫേക്ക് ആയിട്ട് കാര്യം ചെയ്യുമ്പോൾ ആ ഫേക്ക് ആയിട്ടുള്ള ഈ കരാർ തന്നെ ഫേക്കാണ് എന്നതാണ് EDയുടെ വാദം. കാരണം ഈ പറയുന്നത് പോലെ കരാർ ഫേക്ക് എന്ന് പറയുമ്പോൾ ഇല്ലാത്ത സേവനത്തിന് ഒരു കരാർ ഉണ്ടാക്കുന്നു. അതാണ്. അതോടുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംബന്ധിച്ചുള്ള അന്വേഷണവും നടക്കുകയാണ്. പിന്നെ ഈ സർക്കുലേഷൻ പേയ്മെന്റ് രീതി, അതായത് ഇടപാടുകാർക്ക് ശശിധരൻ കർത്ത ചെയ്യുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ പരിപാടിയുമായി ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പണം നൽകും, പണം അക്കൗണ്ട് വഴി നൽകും, അക്കൗണ്ട് വഴി കൊടുത്ത ശേഷം ഇടപാടുകാർ കമ്പനിയുമായി EDയുടെ അത്തരം ഒരു കണ്ടെത്തൽ കൂടി ഇപ്പോൾ ചെടി നീക്കം ചെയ്യലടക്കമുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഒരു ഉദാഹരണമായി EDയുടെ വിവരമായി പുറത്തുനിന്ന് 145 കോടി രൂപ, അതിൽ അത്രയും പണം യഥാർത്ഥത്തിൽ ബില്ലായി നൽകേണ്ടതില്ല. പക്ഷെ മുഴുവൻ പണവും CMRL കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ കൊടുക്കേണ്ട ആളുകൾ കരാറുകാർക്ക് നൽകും. പക്ഷെ അവർ പണമായി ആ പണം തിരികെ നൽകും. അപ്പോൾ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട മറ്റ് ഡയറക്ടർമാർ, ഇപ്പോൾ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളല്ലാത്ത മറ്റു ഡയറക്ടർമാരെയും വഞ്ചിക്കുന്ന തരത്തിലാണ് CMRL പ്രവർത്തിച്ചത്. ചിലവ് വളരെ കൂട്ടിക്കാണിക്കും. ആ പണം പക്ഷേ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്ത് തിരികെ ബാങ്കിങ്ങായി ട്രാൻസ്ഫർ ചെയ്ത് തിരികെ കയ്യിലേക്ക് ആ പണത്തിൻ്റെ ബാക്കി പങ്ക് അവിടെ തന്നെ തിരികെ എത്തുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വീണയടക്കമുള്ളവർക്കും ഇങ്ങനെ പണം കൊടുക്കുന്നുണ്ട് സേവനമില്ലാതെ എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ വരുന്നത്.